ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യ, ബംഗ്ലാദേശ്, ചൈന. ഇത് നമ്മളിവിടെ പറയേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് തന്നെ ഒരു അപകടം ഇവിടെ സൂചിപ്പിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ടിബറ്റ് ഏരിയയിലാണ് ഈ അപകടം. നേപ്പാളിൽ നിന്നും ടിബറ്റിലേക്ക് ആ ഒരു ഏരിയയിലാണ് ഈ ഒരു അപകടം നടന്നത്. വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലാണ്. ആ മണ്ണിടിച്ചിലിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞാനിവിടെ വെക്കുന്നുണ്ട്. जोड्ने पुल पनि बगेको छ। जोड्नको लागि पुर्याइरहेको यो लाइफलाइन बाढीले बगाएको छ। പ്രത്യേകിച്ച് 364 പേരോളം കാണാതായിട്ടുണ്ട് ഈ അപകടത്തിൽ. അപ്പോൾ ഇത് ശരിക്കും എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ, ആ ഏരിയ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി തന്നെ അറിഞ്ഞ വിഷയമാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഇതിനകത്ത് കാഠ്മണ്ഡു, നേപ്പാളിൽ നിരന്തരം ഭൂചലനം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഹിമാലയൻ റീജിയൻസ്. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ടിബറ്റ് റീജിയനിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലാൻഡ് സ്ലൈഡിങ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മാതിരിപ്പെട്ട അപകടമാണ് സംഭവിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുക. ഇതിനകത്ത് 200-ലധികം ആൾക്കാർ ടൂറിസ്റ്റുകളാണെന്നും പിന്നെ ഒരു 100-ലധികം ആൾക്കാർ ആ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അത്തരത്തിൽ ലോക്കൽ നിവാസികളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. रोडमा पुगेर माथि यार छिटो भाग त्यो बाउन्ड नभएन बुझेको मिसिने लग्यो यार पाए सब धक्यो यार त्यो माथिको बाटोमा पुग्यो मिसिने नै हेर्नु बोलेर गयो अवधिको मेन बजार जुन चाइना हुँदै काठमाडौँ जाने बाटो बजार थियो यहाँ, अब अहिले केही पनि छैन। हेर्नुहोस् है, हामी यहाँ उद्धारका लागि हामी आइसकेका छौँ, तैपनि केही पनि कुनै पनि मान्छे पनि हुनुहुन्न। फर्किन्छ ल ഇന്ത്യക്കാർ ഏതാണ്ട് 100-ലധികം ആൾക്കാർ അതിനകത്ത് പെട്ടിട്ടുണ്ടാവാം എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒന്നും തന്നെ ഇപ്പം ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇവിടെ ബംഗ്ലാദേശ് ഇസ്ലാമിക് നാറ്റോയിൽ ചേരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തിളച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇതിനെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം തുർക്കിയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനും തുർക്കിയും ചൈനയും കൂടി ചേർന്നിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ആയുധങ്ങൾ ഇറക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിലേക്ക് നമ്മൾ ബംഗ്ലാദേശിനെയും കൂടി കൊണ്ടുവരണമെന്ന് തുർക്കി ചിന്തിക്കുകയും അങ്ങനെ ബംഗ്ലാദേശിനെ ഇസ്ലാമിക് നാറ്റോ ത്രൂ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കൂട്ടായ്മയിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ നോക്കേണ്ടത് ചൈനയിലേക്കാണ്. ചൈനയിലേക്ക് അജിത് ഡോവൽ എത്തിയിട്ടുണ്ട്. അതായത് ഇനി ഒരു
2 വീക്സിനുള്ളിൽ ബ്രിക്സ് സമ്മിറ്റ് ഇന്ത്യയിൽ നടക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും റഷ്യയും ഈ വെസ്റ്റേൺ ചേരികൾക്കെതിരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം, മീൻസ് എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം ചേഞ്ചിങ് ഡിസിഷൻ എടുക്കും, ഉറപ്പാണ്. അതിപ്പം ഡോളറിനെതിരെയുള്ള കറൻസിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ വാർത്തകൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊരു മൂവ്മെൻ്റ് ആയിരിക്കില്ല ഇത്. വെസ്റ്റിനെതിരെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് അമേരിക്കയെ ഒന്ന് ചെറുത്ത് നിൽക്കാനുള്ള ചില നിർണായക നീക്കങ്ങൾ, എന്നാൽ വെസ്റ്റിനെ വെറുപ്പിക്കാതെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഡിസിഷൻസ് ആയിരിക്കും ഈ ബ്രിക്സ് സംഘടന ഇത്തവണ എടുക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക ചർച്ചകളാണ് പലപ്പോഴായിട്ട് ഇപ്പോൾ ഈ ഒരു മാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റഷ്യയിലായിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ. ഇവിടെ ഒരു ഫോർമുലയുണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിലേക്ക് ചർച്ചയ്ക്ക് വിടുമ്പോൾ നമ്മൾ ജയശങ്കറിനെ വിടും, അതുപോലെ തന്നെ നമ്മളുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ നമ്മൾ അയച്ചു വെക്കാറുണ്ട്. അവിടെ കൃത്യമായിട്ട് ഫോർമുല വർക്ക് ചെയ്യുന്നത് ഈ നേതാക്കൾ പോകുമ്പോഴാണ്. അതേപോലെ നമ്മൾ ചൈനയിലേക്ക് പോകുമ്പോൾ ചൈന പലപ്പോഴും ഓപ്പണായിട്ട് തന്നെ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ജയശങ്കറാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വരാൻ കാരണം, പുള്ളിക്കാരൻ വളരെ ബലം പിടിച്ച് നിൽക്കുന്നുണ്ട്, പല വിഷയങ്ങളിലേക്കും ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ചൈന ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവിടെ ജയശങ്കർ മാറി നിൽക്കുകയും അതിന് പകരം വിക്രം മിശ്രി, അതേപോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലെ നമ്മൾ അയക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. അജിത് ഡോവലെ ചൈനയിലേക്ക് അയച്ചു വെക്കുമ്പോൾ നമ്മളവിടെ പറയുന്ന മെസ്സേജ് വളരെ ക്ലിയറാണ്. നമ്പർ 1, നാഷണൽ സെക്യൂരിറ്റി, അതാണ് ഇന്ത്യക്ക് പ്രാധാന്യം. ചൈനയും ഇന്ത്യയും തമ്മിൽ വരുമ്പോൾ നാഷണൽ സെക്യൂരിറ്റിയാണ് പ്രാധാന്യം, ബോർഡർ സെക്യൂരിറ്റിയാണ് പ്രാധാന്യം. പലപ്പോഴും അരുണാചൽ പ്രദേശ്, അതേപോലെ തന്നെ ഈസ്റ്റേൺ ലഡാക്ക് മേഖലകളൊക്കെയാണ് എപ്പോഴും ലൈം ലൈറ്റിൽ ചർച്ചയിൽ വരുന്നത്. ഇവിടെ ഈ ഇടയ്ക്ക് കൂടി അരുണാചൽ പ്രദേശിൻ്റെ പല സ്ഥലങ്ങളും ചൈന കയ്യേറി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാനിടയായി. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. ചൈന അരുണാചൽ പ്രദേശിലുള്ള സ്ഥലങ്ങൾക്ക് ചൈനീസ് നെയിം ചില സ്ഥലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 24 വില്ലേജുകൾക്ക് ചൈനീസ് പേര് അവർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അവർ ഇന്ത്യക്കുള്ളിൽ കയറി വന്നിട്ടില്ല. നമ്മൾ ഇന്ത്യക്കുള്ളിൽ അവർ കയറി വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ ആർമിയെ തന്നെ ചോദ്യം ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതിന് തുല്യമാണ്. ഒരു പാട്രിയോട്ട് സമൂഹം തീർച്ചയായിട്ടും ബോർഡറിനെ കുറിച്ച് ആശങ്കപ്പെടുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. പക്ഷെ അതേസമയം ഇന്ത്യൻ ആർമി അവരുടെ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് അജിത് ഡോവൽ പോകുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് ഇന്ത്യ ചൈന ബോർഡർ, അതാണ് പ്രധാനപ്പെട്ട വിഷയം. ആ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. 27ാമത്തെ സിറ്റിംഗാണ് അവിടെ നടന്നത്. പണ്ടും ഇതേപോലെ തന്നെ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ വീണ് കഴിഞ്ഞാൽ അതിനെതിരെ വെസ്റ്റേൺ രാജ്യങ്ങൾ ഘോര എഴുതാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ബ്രിക്സ് സബ്മിറ്റിലേക്ക് ചൈന വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിക്കിം ഏരിയയിൽ, അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ബോർഡർ മേഖലയിൽ ചില നിർണായക ഡിസിഷൻസ് എടുക്കും. അതായത് ഈ സിക്കിം ഏരിയയിലൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഏരിയയിൽ, പ്രത്യേകിച്ച് സിക്കിം ഏരിയയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറുകൾ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് അവിടെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇന്ത്യയും ചൈനയും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളൊന്നുമല്ല, നമ്മളുടെ അഡ്വേഴ്സറി തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഒരു ടൈം ലൈനിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് അതിനെ. കാരണം ചൈനയ്ക്ക് ഇന്ത്യയുടെ കോൺഫ്ലിക്റ്റിനെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി നിർത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം എന്താണ്, അമേരിക്കയും ഇന്ത്യയും ഒരേപോലെ അഡ്വേഴ്സറി ആയിട്ട് നിർത്താൻ ചൈനയ്ക്ക് കഴിയില്ല. ചൈന അതങ്ങനെ ചിന്തിക്കില്ല, അങ്ങനെ ചെയ്യില്ല. അത് ബുദ്ധിമോശമാണ്. അത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. ചൈന അതായത് 2027 ഷീ ജിൻപിങ് വെച്ചിരുന്ന ടൈം ലൈൻ അനുസരിച്ച് 2027 തായ്വാനെ അവരുടെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് മാറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ അതേ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, 2047 തായ്വാനെ വൺ ചൈന പോളിസിക്കുള്ളിൽ കൊണ്ടുവന്നിട്ട് ചൈനയുടെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് മാറ്റുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഒരു 20 വർഷത്തെ ഡിലേ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ചൈന ഇപ്പം ചൈനയുടെ ഉള്ളിലുള്ള ജോലിയില്ലാത്ത പ്രശ്നങ്ങളും അതേപോലെ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചൈനയുടെ ഇൻറ്റർണൽ പ്രശ്നങ്ങളിൽ കിടന്ന് എഴുതുകയാണ് ചൈന. അതേപോലെ അവരുടെ പാർട്ടിയിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ, പോളിറ്റ് ബ്യൂറോയിലുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചൈനീസ് ആർമിയിൽ തന്നെ പല സുപ്പീരിയർ ലീഡേഴ്സിനെയും മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്, ഇതെല്ലാം തന്നെ ചൈനയ്ക്ക് ക്ഷീണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷീ ജിൻപിങ്ങിന് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ കുറച്ചു കാലത്തേക്കെങ്കിലും നയപരമായ രീതിയിൽ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ചൈനയ്ക്കുള്ളത്. എന്ന് വെച്ചിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ചൈന പാകിസ്ഥാനോടൊപ്പം തന്നെ നിൽക്കും. അത് യാതൊരു മാറ്റമില്ല. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ജിയോ പൊളിറ്റിക്സ്. പക്ഷെ ഇവിടെ ചൈന ഇന്ത്യയുടെ അഡ്വേഴ്സറി തന്നെയാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക്,
അതാണ് ചൈനയ്ക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ചൈന ഇത്തിരി മയപ്പെട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഒരു പണി. അപ്പോൾ ഈ സാഹചര്യത്തിൽ തുർക്കി, പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് മാൾഡീവ്സുമായിട്ടുള്ള ബന്ധവും ഇന്ത്യക്ക് അത്ര സ്മൂത്തായിട്ടല്ല പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ ഇന്ത്യയിൽ നിന്നും 12% ഇലക്ട്രിസിറ്റിയാണ് മുമ്പ് ബംഗ്ലാദേശ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 17% മാറിയിട്ടുണ്ട്. അതായത് അപ്പോൾ അവിടെ ശരിക്കും 0.05 പൈസ അതാണ് ഇന്ത്യ ഇപ്പോൾ അവിടെ വർദ്ധിപ്പിക്കുന്നത്, വില വർധനവ്. അതിലൂടെയാണ് ബംഗ്ലാദേശിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ. അപ്പോൾ അതായത് ഇതിന് മുമ്പ് യൂണിറ്റിന് 1 രൂപ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം യൂണിറ്റിന് 1.005 എന്നുള്ളൊരു റേറ്റ് ആയിരിക്കും ഇനി നൽകേണ്ടി വരിക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ബംഗ്ലാദേശിന് 5000 റുപ്പി എന്നുള്ള നിലയിൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ വർധനവ് രേഖപ്പെടുത്തും. അപ്പോൾ പെർ ഡേ എത്രയാണ്, പെർ മന്ത്, പെർ ഇയർ, വലിയ രീതിയിലുള്ളൊരു ചേഞ്ചാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിപ്പം ബംഗ്ലാദേശിൻ്റെ മെയിൻ സ്ട്രീം മീഡിയകളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വിഷയം. ഇന്ത്യയുമായിട്ട് സംസാരിച്ച് ഈ വിഷയത്തിലൊരു നീക്കുപോക്കുണ്ടാക്കി ഈ വില വർധനവ് കട്ട് ഓഫ് ചെയ്യണമെന്നാണ് ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ പത്രങ്ങൾ എഴുതി കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലാണ് പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെയുള്ള രാജ്യങ്ങളെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാടുകളെടുത്ത് തീരുമാനമെടുത്ത് ബംഗ്ലാദേശിനെ ഏത് വഴിക്ക് മാറ്റി നിർത്തണം എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഡിസിഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്തേ പറ്റൂ. ആ നെഗോസിയേഷൻ്റെ ടൈമിൽ ഇന്ത്യയുടെ ഡിമാൻഡുകൾ ഇന്ത്യ അങ്ങ് പറയും. അപ്പോൾ ഇത്തരത്തിൽ ബംഗ്ലാദേശിന് ഒരു ചെക്ക് പോയിന്റ് വെച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇത് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇന്ത്യയുടെ ഡിപ്ലോമസി എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അസൂയ മാത്രമാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഇന്ത്യയുടെ ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് നേപ്പാൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, മാൾഡീവ്സ് ആയിക്കോട്ടെ, ചില ഇടപെട്ട കാലങ്ങളിൽ ശ്രീലങ്ക ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ പലപ്പോഴായിട്ട് തീരുമാനമെടുക്കുകയും ചില സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ പിന്നിൽ നിന്നും കുത്തിയ രാജ്യങ്ങൾ തന്നെയാണ്. എന്നാലും ഇന്ത്യ ഇതിനെയൊക്കെ ഡിപ്ലോമാറ്റിക്കലി ജിയോ പൊളിറ്റിക്സിൽ അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു എനിമിയോ ഇല്ല എന്നുള്ള നിലപാടിൽ പലപ്പോഴും ഈ വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ഈ രാജ്യങ്ങളോട് അനുകമ്പയോടുകൂടി പെരുമാറുകയും പല സാഹചര്യങ്ങളിലും സഹായിച്ച് അവരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും. എന്നാലും മാറി വരുന്ന ഗവൺമെൻറ് തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് രാജ്യങ്ങളാണ്. മാറി വരുന്ന ഗവൺമെൻറ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാറി മാറി പ്രവർത്തിക്കാറുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എനിവേ ബംഗ്ലാദേശിനെ നമ്മൾ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.